ഹായ് പൊന്നു കുഞ്ഞു. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോയിരുന്നു. ഓർമ്മയുണ്ടോ? എവിടേക്കൊക്കെ പോയത് പറഞ്ഞേ? സിനിമ കാണാൻ പോയി. പിന്നെ തേങ്ങാമാങ്ങ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല. അതായത് തൃശ്ശൂര് വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലെ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ്. എന്താ പറഞ്ഞ? അത് ആരുടെ റെസ്റ്റോറൻറ്റാ? ഷെഫ് പിള്ളയുടെ തേങ്ങാമാങ്ങ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ ഒരു പാഴ്സൽ വാങ്ങിച്ചു ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്. അതിൻ്റെ പേരെന്താ? എന്താണ്? സ്മൂച്ചോ അല്ലേ? തേങ്ങാമാങ്ങയുടെ തൊട്ട് ബാക്കിൽ അല്ലേ സ്മൂച്ചോ. നമ്മൾ എന്താ വാങ്ങിച്ചത്? ചോക്കോ സുനാമി. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് തന്നത് അല്ലേ, സിഗ്നേച്ചർ ഐറ്റം. അതിൻ്റെ റിവ്യൂ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടിടാം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂ പറയാം അല്ലേ. പിന്നെ സിനിമേനെ കുറിച്ചിട്ടും ഉള്ളതും നമുക്ക് ലാസ്റ്റ് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കണ്ടുവരട്ടെ എല്ലാവരും. ഓക്കെ അല്ലേ കുഞ്ഞ? ഓക്കെ. ഫുഡ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞൻ, തേങ്ങാമാങ്ങയിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞൻ. ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ഫുഡ് കഴിഞ്ഞു, ക്ലീൻ. പക്ഷെ കുഞ്ഞന്റെ മാത്രം കഴിഞ്ഞിട്ടില്ല. കുഞ്ഞനെ ഇപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തേങ്ങാമാങ്ങയുടെ തൊട്ട് ബാക്ക് സൈഡിൽ ഒരു സ്മൂച്ചോ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. ഇവിടെ കുനാഫ അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. സ്മൂച്ചോ, അതിൻ്റെ മെനു ഞാൻ കാണിച്ചു തരാം. സ്മൂച്ചോ കുനാഫ ബോൾസ്, ഇതാണ് മെനു. സിഗ്നേച്ചർ ഐറ്റംസ് ആണ് സ്മൂച്ചോന്റെ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോക്കോ സുനാമി, അതാണോ ഐറ്റം? ഇതെന്താ ഐറ്റം? ഇത് സെയിം തന്നെ അല്ലേ? ഓക്കെ. ചോക്കോ സുനാമി ഇവിടെ കാണാം നമുക്ക്. ഇത് വാനില ഐസ്ക്രീം. അതിൻ്റെ കൂടെ ചോക്ലേറ്റ്. താഴെ ഇട്ടുന്നത് എന്താ? കേക്ക്, ബ്രൗണി. യെസ്, 2 ചോക്ലേറ്റ്സ്. ലൈവാണെന്ന് ചോദിക്കോ? ലൈവല്ല. കിവി കൂടെ ഇട്ടിട്ടുണ്ട്. കിവി കട്ട് ചെയ്തിട്ടു. സ്ട്രോബെറി ഇട്ടു. ഇതെന്താ? നട്ട്സ് കൂടെ ഇട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് ക്രീമോ? ഇത് ഹേസ്നട്ട്. ഓ, ഇതെന്താ? മിൽക്ക് ചോക്ലേറ്റ്. നെക്സ്റ്റ് വൈറ്റ് ചോക്ലേറ്റ്.
പ്രിപ്പറേഷൻ അടിപൊളി കേട്ടോ. കിടിലൻ. കഴിഞ്ഞോ? ഇതാണ് നമ്മുടെ ഐറ്റം. പേര് പറഞ്ഞതിന്റെ ചോക്കോ സുനാമി. ഓക്കെ, നമ്മളത് ഓർഡർ ചെയ്തു. നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കണ്ടില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? വീഡിയോ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? നമ്മളിപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത്, നമ്മൾ ആദ്യം പോയത് പഠിക്കുക ഗാനം ഉറക്കെ പറയും. വളർക്കാവ് ഗാനം സിനിമാ തിയേറ്ററിലേക്കാണ് നമ്മൾ സിനിമ കാണാൻ പോയത്. ആ സിനിമ ഏതായിരുന്നു? കുറച്ച് വലുതാണ് അല്ലേ? വ്യസന സമേതം ബന്ധു മിത്രാദികൾ. നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അല്ലേ? എൻജോയ് ചെയ്തു നമ്മളല്ലേ? സംഭവം വലിയൊരു സംഭവം ഒന്നുമല്ല. കുറേ അധികം പറഞ്ഞ സ്പോയിലറാവും, അപ്പോൾ ശരിയാവില്ല. കാര്യപ്പെട്ട കാര്യം പറയാം, കണ്ടിരിക്കാം. വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല. കുഞ്ഞൻ ചിരിച്ചില്ലേ? കുറേ കോമഡികളുണ്ടായിരുന്നു. നമ്മളത് പിന്നെ തിയേറ്റർ അല്ലേ? നമ്മളത് റിനോവേഷൻ കഴിഞ്ഞിട്ട് പോയിട്ടില്ല അവിടെ ഇതുവരെ. നമ്മൾ തൃശ്ശൂർ കേട്ട് കറങ്ങും. ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. നോക്കുമ്പോൾ കിട്ടിയില്ലൻ എന്താ പറയുക, 4K ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അത്. പിന്നെ സൗണ്ട് എഫക്റ്റ്, സീറ്റ് എടുത്ത് പറയണം. ഓ കിടില സീറ്റ്, നല്ല സുഖം ഇരിക്കാനൊക്കെ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗാനം തിയേറ്റർ, ലൈറ്റുകൾ എല്ലാം ക്ലിയർ, അടിപൊളിയായിരുന്നു. പിന്നെ സിനിമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. കോമഡി ഉണ്ട്, കിടില കോമഡികളുണ്ട്. സംഭവം വീണ്ടും പറയുന്നു, വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കാണാൻ പോണ്ട. ജസ്റ്റ് ഒന്ന് അല്ലേ? ജസ്റ്റ് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് കണ്ട് ചിരിച്ച് അല്ലേ, രസിച്ച് ഇങ്ങനെ പോരാം. സംഭവം അസീസ് ആളടിപൊളിയാണ് കേട്ടോ. ആള് അച്ഛൻ വേഷം കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാ? സിജു. ആളെ പേരെന്താ? സിജു അങ്ങനെയാണ്ട് പേര് തോന്നുന്നു, എനിക്കറിയില്ല. ആളും നന്നായിട്ടുണ്ട്. പിന്നെ അതിലൊരു എല്ലാം കൂടി പറഞ്ഞ ശരിയാവില്ല. കോമഡി ഉണ്ട്. പിന്നെ ബൈജു ആളുണ്ട്, പുള്ളി നന്നായിട്ടുണ്ട്. പടം ഓവറോൾ കണ്ടിരിക്കാം. വലിയ മോശം ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ നല്ല വലിയ സംഭവമായിട്ട് പറയാനൊന്നും പറ്റില്ല അല്ലേ? ചിരിച്ചില്ലേ നമ്മള്? ചിരിച്ചു. അത്യാവശ്യം ചിരിക്കും. നമുക്കത് കിട്ടിയാൽ മതി. നമ്മൾ പോകുന്നു, സിനിമ കാണുന്നു, ചിരിക്കുന്നു, പോരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ തുടരും സിനിമ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള ലെവലിലൊന്നും പോയി കാണണ്ട. തമാശക്ക് തമാശ കണ്ടിരിക്കാണ്ട് പോരാം. വാഴയുടെ ഒക്കെ ആൾക്കാരാണ് അതല്ലേ? വാഴ സിനിമയുടെ ഒക്കെ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പോയത് തേങ്ങാമാങ്ങലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. തേങ്ങാമാങ്ങയിൽ ഫുഡ് കഴിക്കാൻ പോയി. ഒന്നും പറയാനില്ല, നല്ല ഫുഡ്, കിടിലൻ ഫുഡ്. പൊറോട്ട ഒക്കെയാണ് കഴിച്ചത്. നമ്മൾ പൊറോട്ട, ചിക്കൻ കറി, ബീഫ് ഉലർത്തിയതൊക്കെ കഴിച്ചത്. എന്ത് ഇഷ്ടമായ കുഞ്ഞൻ്റെ വീഡിയോ കൊണ്ട് ഇട്ടാല് കുഞ്ഞൻ കഴിക്കാൻ പറഞ്ഞ പാട്. നല്ല ഫുഡായിരുന്നു അല്ലേ? പിന്നെന്താ, പിന്നെ തൊട്ട് ബാക്കിലത്തെ മറ്റേ നമ്മുടെ സ്മൂച്ചോ പോലത്തെ ചോക്കോ പറഞ്ഞ കുഞ്ഞ സുനാമി. ചോക്കോ സുനാമി പേര് കേട്ടിട്ട് ചിരിച്ചു. അതായത് അതിന് നമുക്ക് 200 രൂപയുടെ താഴെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. വെർത്താണ്. അതായത് കൊടുക്കുന്ന കാശിനുള്ള ഐറ്റം ഉണ്ടായിരുന്നു. വെരി ടേസ്റ്റി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇഷ്ടമല്ലായിരുന്ന? ഇഷ്ടമായില്ലേ? ഫുള്ള് ഉണ്ടായിരുന്നു അല്ലേ? ആ ബക്കറ്റ് പോലത്തെ ഒരു ഐറ്റത്തില് ഫുള്ള് ഉണ്ടായിരുന്നു പാക്ക്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം. വയറിറച്ച് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം എല്ലാം ഉണ്ട് അതില്. വെരി ടേസ്റ്റി അല്ലേ? നട്ട്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം നല്ല എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു സംഭവം തന്നെയായിരുന്നു. കൊടുത്ത കാശിന് മുതലായെന്ന് പറഞ്ഞ സംഭവം. ആദ്യം മടിച്ചിട്ടാണ് കയറിയത്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ? മസ്റ്റ് ട്രൈ ഐറ്റം അല്ലേ അത്?
തേങ്ങ മാങ്ങത്തെ ഫുഡ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ ഐറ്റംസൊക്കെ. കുറച്ച് കോസ്റ്റ്ലിയാണെന്ന് തോന്നി, എന്നാലും പോലും പറയേണ്ടത് പറയണല്ലോ അല്ലേ, സംഭവം കിടുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും പറയുന്നില്ല. സ്റ്റോറി ടെല്ലിങ് ഇല്ല, മാജിക് ഇല്ല, മൈൻഡ് റീഡിങ് ഇല്ല, മെൻ്റലിസം ഇല്ല, ഒന്നുമില്ല. ഇന്ന് ഓൺലി ഔട്ടിങ് അല്ലേ, നമ്മൾ പോയ സ്ഥലങ്ങളും നമ്മൾ കണ്ട സിനിമയും നമ്മൾ കഴിച്ച ഭക്ഷണവും ഒക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗ് അല്ലേ. സൗണ്ട് പോയില്ലോ, ഒക്കെ കൂടിയിട്ടുള്ള വ്ളോഗ്. ഐസ്ക്രീം കഴിച്ചിട്ടാവും സൗണ്ട് പോയിണ്ടാവുക. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ കുഞ്ഞാ. സബ്സ്ക്രൈബ് പഠിച്ചോ കുഞ്ഞാൻ? അത് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞ സബ് സാബല്ല സബ് സ്ക്രൈബ് സബ്സ്ക്രൈബ് പറഞ്ഞേ. ഓ സെറ്റായിട്ടാ ചെറുതായിട്ടല്ലേ. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറക്കം പറഞ്ഞേ. ലൈക്കും ഷെയറും പറഞ്ഞേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് അതന്നെ. ഓക്കെ, ബൈ.